അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ്. ഞാനും നിങ്ങളും അടങ്ങുന്ന സ്ത്രീ വർഗങ്ങളിലുള്ള ചില സ്വഭാവങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എല്ലാ സ്ത്രീകളിലും കാണുന്ന സ്വഭാവങ്ങളാണ്. ഈ 15 സ്വഭാവമുള്ള സ്ത്രീകളെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും. അല്ലാത്ത സ്ത്രീകളെ നമുക്ക് ഇതിന് വിപരീതമായിട്ടുള്ള സ്ത്രീകളാണെങ്കിൽ നിങ്ങൾ വിശ്വസിക്കൽ നിങ്ങൾക്ക് കുറച്ച് റിസ്ക്കാണ്. കാരണം ചതിയിൽപ്പെടും. ആ 15 അടയാളങ്ങൾ ഏതാണെന്ന് നമുക്ക് നോക്കാം. അതിലൊന്നാമത്തെ അടയാളങ്ങൾ: അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന സ്ത്രീയെ വിശ്വസിക്കാം. അവർ കൃത്യമായി നിസ്കരിക്കുകയും ഔറത്ത് മറക്കുകയും ചെയ്യുന്നവരായിരിക്കും. ഈ സ്വഭാവമുള്ള സ്ത്രീകളെ നമുക്ക് മനസ്സറിഞ്ഞ് വിശ്വസിക്കാം. രണ്ടാമത്തെ വിഭാഗം: രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന അവരിൽപ്പെട്ടവരായിരിക്കും. കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളോ ഭർത്താവിൻ്റെ കുറവുകളോ മറ്റുള്ളവരോട്, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ പറയാത്ത, രഹസ്യമായി സൂക്ഷിക്കുന്നവളായിരിക്കും. അല്ലെങ്കിൽ മറ്റുള്ള ഫ്രണ്ട്സുകളോടും കുടുംബക്കാരോടും പറയാതെ രഹസ്യമായി സൂക്ഷിക്കുന്നവരായിരിക്കും. അതിൽ മൂന്നാമത്തെ സ്വഭാവമാണ് മാനം കാത്തു സൂക്ഷിക്കുക. തൻ്റെ സൗന്ദര്യവും ശരീരവും ഭർത്താവിന് വേണ്ടി മാത്രം അണിഞ്ഞൊരുങ്ങി പ്രദർശിപ്പിക്കുന്നവളായിരിക്കും. മറ്റുള്ളവർക്ക് വേണ്ടി അണിഞ്ഞൊരുങ്ങുന്നവരെ വിശ്വസിക്കാൻ പ്രയാസമാണ്. അതിൽ അടുത്ത പോയിന്റ്: ഭർത്താവിൻ്റെ സമ്പത്ത് സംരക്ഷിക്കുന്ന പെണ്ണായിരിക്കും. ഭർത്താവിൻ്റെ പണം അദ്ദേഹത്തിൻ്റെ സമ്മതമില്ലാതെ അനാവശ്യമായി ചെലവഴിക്കുകയോ ദുരുപയോഗം ചെയ്യുകയോ ചെയ്യാത്തവളായിരിക്കും. ഇത്തരം സ്ത്രീകളെ നമുക്ക് വിശ്വസിക്കാം. അടുത്തൊരു സ്വഭാവം: സംസാരത്തിലെ മാന്യത. ഭർത്താവിനോടും അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടും മാന്യമായി മാത്രം സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്നവളായിരിക്കും. അടുത്തൊരു സ്വഭാവമാണ് കുടുംബാംഗങ്ങളോടുള്ള സ്നേഹം. ഭർത്താവിൻ്റെ മാതാപിതാക്കളെയും ബന്ധുക്കളെയും സ്നേഹിക്കുകയും അവരെ നല്ല രീതിയിൽ സൽക്കരിക്കുകയും ചെയ്യുന്നവളായിരിക്കും. അടുത്തൊരു സ്വഭാവമാണ് വീടും മക്കളും സംരക്ഷിക്കുന്നവളായിരിക്കും. ഭർത്താവിൻ്റെ അഭാവത്തിൽ വീടും മക്കളെയും ഉത്തരവാദിത്വത്തോടെ നോക്കുന്നവളായിരിക്കും. ഇങ്ങനെയുള്ള സ്ത്രീകളെ നമുക്ക് വിശ്വസിക്കാം. അടുത്തൊരു സ്വഭാവമാണ് കാണുമ്പോൾ സന്തോഷം നൽകുന്നവൾ. ഭർത്താവ് ജോലി കഴിഞ്ഞ് വരുമ്പോൾ സന്തോഷത്തോടെ സ്വീകരിക്കുകയും അദ്ദേഹത്തിന് ആശ്വാസം നൽകുകയും ചെയ്യുന്നവളായിരിക്കും. അടുത്തൊരു സ്വഭാവമാണ് ക്ഷമയും നന്ദിയും. ജീവിതത്തിലെ കഷ്ടപ്പാടുകളിലും ക്ഷമിക്കുകയും ലഭിക്കുന്ന അനുഗ്രഹങ്ങളിൽ നന്ദിയുള്ളവളായിരിക്കുകയും ചെയ്യുന്നവളായിരിക്കും. ഈ സ്വഭാവം എല്ലാ സ്ത്രീകളിലും ഉണ്ടാവുകയില്ല. ചില സ്ത്രീകളിൽ അപൂർവമായിട്ട് കാണുന്ന ഒരു സ്വഭാവമാണ്. അടുത്തൊരു സ്വഭാവമാണ് കുടുംബബന്ധം നിലനിർത്തുക. ബന്ധങ്ങൾ തമ്മിലുള്ള ബന്ധം തകർക്കാൻ ശ്രമിക്കാതെ എല്ലാവരെയും യോജിപ്പിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നവളായിരിക്കും. അടുത്തൊരു സ്വഭാവം വിട്ടുവീഴ്ച മനോഭാവം. ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ ഡിവോഴ്സിന് ശ്രമിക്കാതെയോ വീട് വിട്ടു പോകാതെയോ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാകുന്നവളായിരിക്കും. ഇത്തരം സ്വഭാവമുള്ള സ്ത്രീകളെയും നമുക്ക് വിശ്വസിക്കാം. അടുത്തൊരു സ്വഭാവമാണ് ഭർത്താവിനെ ബഹുമാനിക്കുക. ഭർത്താവിന് അർഹതമായ ബഹുമാനം നൽകുന്നവളായിരിക്കും. അദ്ദേഹത്തെ ഭരിക്കാനോ നിസ്സാരപ്പെടുത്താനോ ശ്രമിക്കുകയില്ല. ഭർത്താവിൻ്റെ മാതാപിതാക്കളെ ആദരിക്കുക. അത് സ്വന്തം മാതാപിതാക്കളെ പോലെ തന്നെ ഭർത്താവിൻ്റെ ഉമ്മയെയും ഉപ്പയെയും ബഹുമാനിക്കുന്നവളായിരിക്കും. സന്തോഷങ്ങളിൽ പങ്കുചേരുക. ഭർത്താവിൻ്റെ ചെറിയ വിജയങ്ങളിൽ സന്തോഷങ്ങളിലും ആത്മാർത്ഥമായി സന്തോഷിക്കുന്നവളായിരിക്കും. അടുത്തൊരു പോയിന്റാണ് ഭർത്താവിന് പിന്തുണ നൽകുക. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഭർത്താവിനൊപ്പം ഉറച്ചു നിൽക്കുന്നവളായിരിക്കും. എന്നാൽ തെറ്റായ കാര്യങ്ങളിൽ കൂട്ടുനിൽക്കരുത്. ഇത്തരം കാര്യങ്ങൾ സ്ത്രീകളുടെ ജീവിതത്തിൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ്. ചില സ്ത്രീകൾ ഭർത്താവ് പറയുന്നത് അനുസരിക്കണം എന്നും പറഞ്ഞിട്ട് എല്ലാ തെമ്മാടിത്തരത്തിനും കൂട്ടുനിൽക്കുന്നവരുണ്ടാവും. എങ്കിൽ അങ്ങനെ അരുത്. അള്ളാഹു പറഞ്ഞ ഹലാലായ കാര്യങ്ങൾ ഭർത്താവ് പറയുകയാണെങ്കിൽ അതിന് മാത്രം കൂട്ടുനിൽക്കുക. അല്ലാതെ തോന്നിവാസങ്ങൾക്ക് കൂട്ടുനിൽക്കരുത്. അത് കടുത്ത തെറ്റാണ്, കടുത്ത ഹറാമാണ്. ഇത് എല്ലാ സ്ത്രീകളിലും ബോധം വരുത്തണം. അടുത്തൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്: എല്ലായ്പ്പോഴും നമുക്ക് എല്ലാം കിട്ടുന്നുണ്ടാവും. ചില പ്രതിസന്ധികൾ കാരണം ഭർത്താവിൽ നിന്ന് എന്തെങ്കിലും ഒരു കുറവ് നമുക്ക് വന്നാൽ ജീവിതകാലം മുഴുവനും നമുക്ക് ഒന്നും തരാത്തതുപോലെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതുവരെ ക്ഷമിച്ചും നമ്മുടെ സന്തോഷവും എല്ലാം കൂടി നമ്മൾ ഒപ്പരം കൂടെ നിന്ന് ജീവിച്ചത്തെ ആ ഒരു അനുഗ്രഹം അവിടെ നഷ്ടപ്പെട്ടു പോകും. എപ്പോഴും നമുക്ക് എല്ലാം കിട്ടി എന്ന് വരില്ല. എപ്പോഴെങ്കിലും നമുക്ക് എന്തെങ്കിലും കുറഞ്ഞു പോയാൽ ഒരിക്കലും കിട്ടാത്തതുപോലെ ഭർത്താവിനെ നമ്മൾ കുറ്റം പറയാൻ പാടില്ല. എല്ലായ്പ്പോഴും എല്ലാവരുടെ അടുത്തുനിന്നും ശരി കാണണമെന്നില്ല. എല്ലായ്പ്പോഴും ശരി കാണുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് കാണുമ്പോൾ അത് മാത്രം എടുത്ത് പറയരുത്. മറ്റുള്ളവരുടെ നന്മ കാണാൻ വേണ്ടി ശ്രമിക്കുക.
സ്ത്രീകൾ ഇത്തരം സ്വഭാവമുള്ളവരാണെങ്കിലും പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, സ്ത്രീകളെ വീട്ടിലുള്ള അടിമയാക്കി മാറ്റരുത്. വിവാഹം കഴിച്ച് കൊണ്ടുവന്നാൽ എൻ്റെ വീട്ടിലെ ജോലി ചെയ്യാനുള്ളവളാണിവൾ എന്നും പറഞ്ഞിട്ട് ഭാര്യയെ, സ്വന്തം മഹർ കെട്ടിക്കൊണ്ടുവന്ന ഭാര്യയെ വീട്ടുജോലിക്കാരിയാക്കി മാറ്റരുത്. അവളുടെ ലോകം ആ വീട്ടിലുള്ള അടുക്കളയിലുള്ള 4 ചുമരിൻ്റെ ഉള്ളിലാക്കി മാറ്റരുത്. അവളും ഒരു മനുഷ്യനാണ്, അവൾക്കും പ്രതീക്ഷകളും ആഗ്രഹങ്ങളും എല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഭാര്യയെ മനസ്സിലാക്കി നിങ്ങളും കഴിയണം. ഇത്തരം സ്വഭാവങ്ങളും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും. അടുത്തൊരു വീഡിയോയിൽ കാണാം.